സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന വലിയ പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപ്രകാരം രാജ്യത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് 100 ദിവസം ഒരു വർഷം തൊഴിലുറപ്പ് എന്നതായിരുന്നു വാഗ്ദത്തം. അത് രാജ്യത്തിന്റെ സാമ്പത്തികമായ ക്രയവിക്രയ ശേഷിയെ, ബൈങ് ശേഷിയെ, വാങ്ങൽ ശേഷിയെ എല്ലാം വലിയ തോതിൽ സ്വാധീനിക്കുകയും തൊഴിൽ നഷ്ടം എന്ന് പറയുന്ന പ്രശ്നത്തെ, ദാരിദ്ര്യം എന്ന് പറയുന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന, അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു. ആ നിലയ്ക്ക് ഒരു പക്ഷേ സമീപകാലത്ത് ഇന്ത്യയിൽ ഒരു ഭരണകൂടം നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് മൻരേഗ പദ്ധതിയെ പറയാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ ആ പദ്ധതി കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയ സർക്കാർ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അതിൻ്റെ പദ്ധതി വിഹിതത്തിൽ കുറവ് കൊണ്ടുവരിക ബജറ്റുകളിൽ എന്നതാണ്. ഏറ്റവും ഒടുക്കം ഇപ്പോൾ ആ പദ്ധതി ആകമാനം പൊളിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന എന്താണ്, 90% തുകയും കേന്ദ്ര സർക്കാർ വഹിക്കുക, 10% സംസ്ഥാന സർക്കാർ എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 60-40 എന്ന നിലയ്ക്ക് അനുപാതം മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, വ്യവസ്ഥയ്ക്കപ്പുറം പോയി ഏതെങ്കിലും നിലയ്ക്കുള്ള ചെലവുകൾ വന്നാൽ അതിൻ്റെ മുഴുവൻ ബാധ്യതയും സംസ്ഥാന ഭരണകൂടങ്ങൾ നിർവഹിക്കണമെന്ന പുതിയ ഏർപ്പാട് കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ പലതും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധമുള്ള വലിയ സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ സാമ്പത്തിക വിവേചന നയം മൂലം. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് ഇങ്ങനെ ഒരു അനുപാത മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് കാണുക. പിന്നെയും അതിനകത്ത് പലതരത്തിലുള്ള വ്യവസ്ഥകളിലെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് സവിശേഷമായി കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു അതിൻ്റെ പേരെങ്കിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തു കളഞ്ഞ് വേറെന്തോ ഒരു പേരാണ് ഇപ്പോൾ അവരതിന് ഇട്ടിരിക്കുന്നത്. അതിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളികളായിട്ടുള്ള മഹാരഥന്മാരായ മനുഷ്യർ, അവരെയൊക്കെ പേരുകൾ സംഘപരിവാർ വിരുദ്ധ പക്ഷത്തായിരുന്നുവെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ വെട്ടിക്കളയുക, ഗാന്ധിയെ എങ്ങനെയൊക്കെ ഏതൊക്കെ പേപ്പറുകളിൽ നിന്നും പേരുകളിൽ നിന്നും ഒഴിവാക്കാം എന്നതിൻ്റെ ഒരു തുടർച്ച അതിൽ കാണുന്നുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പദ്ധതി ഗാന്ധിയുടെ പേര് വെട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല കാണുന്നത്. കാരണം ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഗാന്ധിയുടെ പേര് വെട്ടുക, നെഹ്റുവിൻ്റെ പേര് വെട്ടുക, ഇന്ത്യൻ മതനിരപേക്ഷരുടെ അടയാളങ്ങളെ മാറ്റിപ്പണിയുക എന്നത് അത്ഭുതകരമായ ഒരു കാര്യമല്ല. അവരുടെ പണി അതാണ്. പക്ഷേ ഇത് നേരത്തെ MP രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ 1/4 കോടിയോളം വരുന്ന മനുഷ്യരെ ഡയറക്റ്റ് അവർക്ക് അവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നഷ്ടമാകാൻ പോകുന്നു, അവർക്ക് കിട്ടുന്ന പണം ഇല്ലാതാവാൻ പോകുന്നു എന്ന് പറയുന്ന വലിയ ആശങ്കയും ആധയും ഇതിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആത്യന്തികമായ ചോദ്യം ഇതാണ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ ഉറപ്പ് പരിപാടിയെ, പ്രത്യേകിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് വനിതകൾക്ക് വലിയ തോതിൽ സഹായമായിരുന്ന ഒരു പദ്ധതിയെ സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ടോ? അത്തരം ക്ഷേമ പരിപാടികൾ, സബ്സിഡികളുടെ കാര്യം നമുക്കറിയാം. അതുപോലെ അത്തരം ക്ഷേമ പരിപാടികൾ ആളുകൾക്ക് നേരിട്ട് കയ്യിൽ പണം എത്തിക്കുക, ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യം അവസാനിപ്പിക്കുക പോലുള്ള പ്രോജക്റ്റുകൾക്ക് സർക്കാരിന് താല്പര്യമില്ല. എല്ലാം കോർപ്പറേറ്റുകൾ കൊണ്ടുപോകട്ടെ എന്ന പൊതുനയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണോ ഇവിടെയും എന്നാണ് അടിസ്ഥാന ചോദ്യം. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം ശ്രീ നിജേഷ് അരവിന്ദ് ഈ ചർച്ചയിൽ കോൺഗ്രസിൽ നിന്ന്, ശ്രീ N. ലാൽകുമാർ നിരീക്ഷകൻ, ഒപ്പം വലത് നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വറിനെ കൂടി ചർച്ച ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ നിജേഷ്, ഈ പദ്ധതിയിൽ ഗാന്ധിയുടെ പേര് വെട്ടുന്നത് ഒരു വൈകാരിക പ്രശ്നമാണ്. അതിനപ്പുറം പോലെ ഈ പദ്ധതിയിൽ നിങ്ങൾ കാണുന്ന കുഴപ്പങ്ങൾ എന്തെല്ലാമാണ്? ഐതിഹാസികമായ ഒരു പദ്ധതി. നമ്മൾക്കറിയാം, കേരളത്തില് ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒട്ടനവധി പരിപാടികളും പദ്ധതികളും ഭരിച്ചിരുന്ന സർക്കാരുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായ, ഏറ്റവും ജനങ്ങളിലേക്ക് എത്തിയ, പട്ടിണി മാറ്റിയ ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾക്കൊക്കെ അറിയാം, ശരാശരി 20 വാർഡുള്ള ഒരു ഗ്രാമത്തിനകത്ത് 8 മുതൽ 12 കോടി രൂപ വരെ ഒരു ഗ്രാമത്തിനകത്ത് തൊഴിലാളിയുടെ കയ്യിലേക്ക് വരിക, തൊഴിലാളികളുടെ കയ്യിലേക്ക്. അതവർ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നു, ഭക്ഷണം വാങ്ങാൻ ഉപയോഗിക്കുന്നു, നല്ല ഭക്ഷണം വാങ്ങാൻ ഉപയോഗിക്കുന്നു, എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്കകത്ത് റവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു പദ്ധതി. ആ പദ്ധതിയെയാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. 90% കേന്ദ്ര ഫണ്ടും 10% സംസ്ഥാന ഫണ്ടും എന്ന് വിഭാവനം ചെയ്ത പദ്ധതിക്കകത്ത് 60-40 ആയാൽ മാത്രം മതി ഇത് തകരാൻ. നമ്മൾക്കറിയാം, എല്ലാ സ്റ്റേറ്റും കേന്ദ്രത്തിന്റെ മുന്നിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്നു. ആ കൈനീട്ടുന്ന സമയത്ത് എപ്പോഴും ഉപാധി വെക്കുക എന്ന പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത്. ഇത് മരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പദ്ധതിയെ കൊല്ലാൻ പോകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും. ഞാനതിന്റെ വൈകാരിക തലങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞു, ഇപ്പൊ വെച്ചിരിക്കുന്ന പേരിലേക്കും വിട്ടുകഴിഞ്ഞു. അതൊക്കെ നമുക്ക് ഇന്ത്യ ചർച്ച ചെയ്യട്ടെ. ഗാന്ധിയെ കാണുമ്പോൾ, ഗാന്ധിയുടെ പേര് കേൾക്കുമ്പോൾ, ഗ്രാമത്തിലെ ജനങ്ങൾ ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ ഒരു ഫീലിങ്സ്, ഒരു വികാരം, വൈകാരികത ഉണ്ടാവരുത് എന്ന് ഇന്നത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നമ്മൾക്കൊന്നും പറയുന്നില്ല. ഗോഡ്സെയുടെ പേരാണ് വേണ്ടത് എന്ന്, സവർക്കർ
ആർക്കരുടെ പേരാണ് വേണ്ടത് എന്ന് ഭരണകൂടം തീരുമാനിച്ചാൽ അതായിക്കോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്കകത്ത്, ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങൾക്കകത്ത് ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുണ്ട്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും ആ ഗ്രാമീണർ പറയുന്ന രണ്ട് പേര്, ഒന്ന് ഗാന്ധിയുടെ പേരാണ്, രണ്ട് അംബേദ്കറിന്റെ പേരാണ്. അതിൽ അംബേദ്കർ നേരത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഭരണഘടനയുടെ പ്രസക്തി പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. രണ്ടാമത് ഗാന്ധിയുടെ പേര് സാധാരണക്കാരൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയാൻ പാടില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവന്റെ പട്ടിണി മാറ്റിയ പദ്ധതിയെ ബലത്തിൽ ഇല്ലായ്മ ചെയ്യുന്നു. 100-125 ആക്കി എന്ന തൊഴിൽ ദിനങ്ങൾ കൂട്ടി എന്നൊരു ഓഫർ മുന്നോട്ട് വെക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് 40% സംസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി അവസാനിച്ചു എന്നാണ്. നമ്മൾക്കറിയാം, കേരളത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് ഉണ്ടാക്കിയ നടപ്പാതകളും റോഡുകളും ചെറിയ ചെറിയ പണികളും ഒക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽ കമ്പോണന്റ് വർക്ക് ഉപയോഗിച്ചായിരുന്നു. 50% വരെ, ഒരു തൊഴിൽ ദിനത്തിന്റെ 50% വരെയുള്ള ഫണ്ട് എക്സ്ട്രാ എടുത്തുകൊണ്ട് നാട്ടിലെ നടപ്പാതകളും റോഡുകളും അതുപോലെ ഗ്രാമീണ പണികളും ഒക്കെ നടന്ന ഒരു വലിയ തോതിലുള്ള ഒരു ഗ്രാമ വികസനത്തിൽ വിപ്ലവം വന്ന ഒരു പരിപാടിയുടെ കടക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പോയത്. നമ്മൾക്ക് പലപ്പോഴും ഉദാഹരണമായി പറയാറുണ്ട്, 10-15 കൊല്ലം മുമ്പ് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും തമിഴ്നാട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ട് അണ്ണാച്ചി എന്ന് വിളിക്കുമായിരുന്നു. റോഡ് സൈഡിലെ കേബിൾ ഒഴിച്ച, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കുട്ടികളെ ഊഞ്ഞാലാട്ടിയിരുന്ന, നാട്ടിലെ പഴയ സാധനങ്ങൾ എടുക്കുന്ന ഒരു തമിഴ്നാട്ടുകാർ അവരെവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്ന് കേരളത്തിൽ കാണാനില്ല. ആ ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. അവർ നാട്ടിൽ പോയപ്പോൾ അവരോട് പറഞ്ഞു, മലയാളിയുടെ ആത്തും തുപ്പും കേൾക്കണ്ട, നിങ്ങൾ ഇവിടേക്ക് വാ, നിങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ, അന്ന് 150 രൂപയുള്ളൂ, 15,000 രൂപ ഞങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് സർക്കാർ തരും, അതിന് നിങ്ങൾ അപേക്ഷ കൊടുക്കണ്ട, പറഞ്ഞാൽ മതി, പറഞ്ഞാൽ തൊഴിൽ കാർഡ് എടുത്ത്, ഫോട്ടോ എടുത്ത്, തൊഴിൽ കാർഡ് എടുത്ത് തൊഴിൽ തരും, 15 ദിവസം കൊണ്ട് തൊഴിൽ തന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം തരുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാരൊക്കെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവർ ചോദിച്ചു, ഞങ്ങൾ 15,000 കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതേ ഗവൺമെന്റ്, അതേ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി അതേ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 35 കിലോ അരി തരും, 1 രൂപയ്ക്ക് 35 കിലോ ഗോതമ്പ് തരും, ഭക്ഷ്യ സുരക്ഷാ നിയമം. അവർ വീണ്ടും ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണവുമായി തൊഴിലുമായി ഞങ്ങൾ ആരോഗ്യമാര് നോക്കും. അന്നാണ് ഐതിഹാസികമായ ആരോഗ്യ ഇൻഷുറൻസ്, 30 രൂപയ്ക്ക് ഒരു കുടുംബത്തിന്റെ ആരോഗ്യത്തെ ഇൻഷൂർ ചെയ്യുന്ന പദ്ധതി. അപ്പോൾ ആരോഗ്യവുമായി വിദ്യാഭ്യാസം ആര് തരും? അപ്പൊ വീണ്ടും മറുപടി പറഞ്ഞു, 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം. ഈ ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ അങ്ങേയറ്റം പരിപോഷിപ്പിച്ച, മാറ്റിമറിച്ച നിയമങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർന്നപ്പോൾ, ആ ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന ചിന്ത എന്നും അടിമകളാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിർത്തണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും മതബോധവും മതചിന്തയും വർഗീയതയും ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം വർഗീയ ലഹളയ്ക്ക് അണിചേരണം എന്ന ഒരു ആഹ്വാനമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. നമ്മൾക്കറിയാം, 40% സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി തകരാറിലാവുകയാണ്. അതുകൊണ്ട് ഇത് BJPയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് കേരളത്തിലെ, ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരൻ ഉച്ചരിക്കാൻ പാടില്ല, ഓർമ്മകൾ പോലും ഉണ്ടാവരുത്. ഗാന്ധിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിലുണ്ട്. രാഹുൽ ഈശ്വറിയും എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു നാമമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ ഒരു വലിയ പദ്ധതിക്ക് ആ പേരിടുന്നു, ആ പേര് മാറ്റുകയാണ്. ആ പേര് മാറ്റേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ പക്ഷേ മോദി ഗവൺമെന്റിന്റെ മുമ്പിലില്ല. പക്ഷേ മാറ്റുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ പദ്ധതി അലങ്കോലമാകും നമുക്ക് ഉറപ്പുള്ള വ്യവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശ്രീ നിഷാദ്, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റം, അത് വൈകാരികപരമായൊരു വിഷയമാണ്. 2, ഇതിൻ്റെ സബ്സ്റ്റാൻഷ്യലായ കാര്യങ്ങൾ. ഒന്ന്, മൻരേഗയിൽ 100 ദിവസമാണെങ്കിൽ ഏകദേശം 125 ദിവസമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൻരേഗ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊഡക്ടിവിറ്റി, ഡെവലപ്മെൻറ്റ് ഔട്ട്കംസ് പോലുള്ള കാര്യങ്ങളിലാണ്. ഇനി ഇതിൻ്റെ പല സേഫ് ഗാർഡ്സും ചെക്സ് ആൻഡ് ബാലൻസും ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, സംശയമില്ല. പിന്നെ സ്റ്റേറ്റുകൾക്ക് കൂടുതലുള്ള റെസ്പോൺസിബിലിറ്റി, പല ആർഗ്യുമെൻറ്റ്സും ഇതിനുവേണ്ടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടത്തെ ലെവൽ ഓഫ് പോവർട്ടി അല്ല, ഡിഫറൻസുകളുണ്ടായി, ഇതിന് കൂടുതൽ ഡിജിറ്റൽ മാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളിൽ അപ്ഗ്രഡേഷൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ വൈകാരികപരമായ എലിമെൻ്റാണ് കൂടുതൽ ഡിബേറ്റിന് വരുന്നത്. ഞാനൊരു ഗാന്ധിയനാണ്, ഗാന്ധിയുടെ മാർഗത്തിൽ പോകണം ഇന്ത്യ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഗാന്ധി സങ്കല്പ യാത്ര അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJPയെ കൊണ്ടും അവരുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കൊണ്ടും എടുപ്പിച്ചൊരു വ്യക്തിയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി മഹാത്മാഗാന്ധിയെ ഉയർത്തിക്കാട്ടുകയും ഗാന്ധിയുടെ പാതയിലാണ് പോകേണ്ടതെന്നും പ്രധാനമന്ത്രി പലതവണ ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും നാടാണ് ഇന്ത്യ എന്ന് വളരെ ഉറച്ചു പറയുന്നതും ഈ ഒക്ടോബർ 2-ന്, അതായത് RSSന്റെ പൂജനീയ സർസംഘ് ചാലക്
മോഹൻ ഭഗവത്ജി അടക്കം മഹാത്മാഗാന്ധിയെ എന്താ പറയുന്നത് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വിജയദശമി സ്പീച്ചിലെ ഒരു പ്രധാന ഭാഗം തന്നെ എടുത്തത്. അപ്പോൾ മഹാത്മാഗാന്ധിയോട് RSSലെ ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് എന്ന് പറയുന്ന ഈ ഗോഡ്സേവാദികൾക്ക് അനാദരവുണ്ട്, വിയോജിപ്പുണ്ടെങ്കിലും മോഹൻ ഭഗവത്ജി വരെ ഉള്ളവർക്കോ അത് പെരുമാറ്റത്തിൻ്റെ ലോജിക്കോ റാഷണലോ അറിയില്ല. വളരെ വികസിത് ഭാരത് റാംജി എന്ന് കൗതുകമുള്ളൊരു പേരാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അധികം ഞാൻ സെർച്ച് ചെയ്യുകയും മറ്റും ഉണ്ടായി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഈ വിഷയത്തിലേക്ക് കുറിച്ച് വന്നതായി അധികം കണ്ടില്ല. അല്ലെങ്കിൽ പ്രോമിനൻ്റായ നേതാക്കൾ പ്രതിപക്ഷ പാർട്ടികളും ലെഫ്റ്റ് പാർട്ടികളും ഒക്കെ ശക്തമായ ഇതിൻ്റെ വിയോജിപ്പ് കണ്ടു. റൈറ്റ് വിങ് വെബ്സൈറ്റ്സ് ആയ ഓപ്പ് ഇന്ത്യ അടക്കമുള്ളതിൽ വളരെ ഫീബിളായ ഒരു ഡിഫൻസാണ് ഇത്തരം കാര്യങ്ങൾക്ക് വെക്കുന്നത്. ആ പേരിലേക്ക് ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ട് പൊതുവേ റൈറ്റ് വിങ്ങിൽ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതിൽ ഉയർന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ മൻരേഗ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിയെ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിജി എന്നാണ് അദ്ദേഹം ഇതുവരെ പറയുന്നത്. അപ്പം അതിനെ ഉയർത്തിപ്പിടിക്കുകയും പ്രതിഷേധങ്ങളും മഹാത്മാഗാന്ധിയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് മോദി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ചേരുന്ന പണിയല്ല ഈ പണിയെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ? ആ പേര് എനിക്ക് തോന്നുന്നത്, അതായത് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം ഇന്ത്യ മഹാരാജ്യത്ത് കൂടുതൽ ഗാന്ധിജിയുടെ പേര് വേണമെന്നുള്ളതാണ്. പലപ്പോഴും നെയ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ നോമൻ ക്ലേച്ചറിൻ്റെ ഒരു രീതി തന്നെ പലരെയും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ഗാന്ധിയും മറ്റൊരാളും കൂടി ഉൾപ്പെടുത്തി രണ്ടുപേരുടെ ഒരു ബൈനറി നെയിമായിട്ട് എടുക്കുന്നതിൽ പോലും തെറ്റില്ല. അങ്ങനെ ആകുമ്പം എല്ലാവർക്കും പൊതുവേ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ 50 വർഷങ്ങളിൽ കോൺഗ്രസും ലെഫ്റ്റ് ലിബറൽ സ്പേസിൽ നിൽക്കുന്നവർക്കുമാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇതൊരു സത്യമാണ്. ഈ സത്യം നമ്മൾ അവഗണിക്കരുത്. ഈ സത്യത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാവൂ. ഉദാഹരണം ഇന്ത്യ എന്നുള്ള രാഷ്ട്രം ഉണ്ടാക്കാൻ, ഇന്ത്യ എന്ന രാഷ്ട്രം ചോദിച്ചു വാങ്ങിക്കാനും അത് ഉണ്ടാക്കാനും വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് പ്രോമിനൻസ് കിട്ടുമല്ലോ. അതിപ്പോൾ നമ്മൾ അതിനകത്ത് വലിയ അസ്വസ്ഥത ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നോക്കൂ, RSSനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ഗാന്ധിയുടെ പേരും സ്മൃതിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം എന്നതാണ്. ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് അവരാണല്ലോ. അവർ ഗാന്ധിയുടെ പേര് വെട്ടുന്നതിനെ നമ്മൾ നിഷ്കളങ്കമായിട്ട് കണ്ടാൽ മതി. ഏതോ ഉദ്യോഗസ്ഥന്മാരെ പേര് മാറ്റിയതായിരിക്കുമെന്ന്. അവർ പർപ്പസ്ഫുള്ളി ആ പേര് ഇന്ത്യയുടെ പുതിയ തലമുറയുടെ സ്മൃതികളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലേ? അങ്ങനെയല്ല. ഞാൻ കൃത്യമായിട്ട് RSSനെ പഠിക്കുന്നൊരു വ്യക്തിയാണ്, RSകാരനല്ല. പക്ഷേ RSSന്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഗുരുജി ഗോൾവൽക്കർ അടക്കം മഹാത്മാഗാന്ധിയോടുള്ള ആദരവ് പലതവണ പ്രകാശിപ്പിക്കുകയും ഇവർക്കൊരു ഏകാത്മകതാ സ്തോത്രമുണ്ട്. അതായത് RSSന്റെ പ്രാതസ്മരണ എന്നൊക്കെ പറയുന്ന മോർണിംഗ് പ്രയർ എന്നൊക്കെ പറയാൻ കഴിയുന്ന കാര്യം, അതിൽ പോലും മഹാത്മാഗാന്ധിയുടെ പേരുണ്ട്. ഈ നമ്മുടെ സവർക്കർ അടക്കമുള്ള ഈ ഹിന്ദു മഹാസഭയിലുള്ള ഹിന്ദുത്വവാദികളാണ് പ്രധാനമായിട്ട് മഹാത്മാഗാന്ധിയെ എതിർത്തിരുന്നത്. എന്തിന് ഗുരുജി ഗോൾവൽക്കറിന്റെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ചില ആൾക്കാരോട് സംഘത്തിന്റെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദു റൈറ്റ് വിങ്ങിനോട് മഹാത്മാഗാന്ധി എന്നും ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. വേണ്ട രീതിയിൽ തിരിച്ചു കിട്ടിയോ മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കറിനോട് മഹാത്മാഗാന്ധി അങ്ങോട്ട് കൂടി ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സംഘപ്രവർത്തകരെ കാണണം. എന്നിട്ട് അവരോട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതീയത ഇല്ലായ്മ നല്ലതാണ്. ഇന്നും മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് നമുക്ക് ഇന്നും ഇപ്പൊ ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി ഗാന്ധി ഒരു കുഴപ്പക്കാരനായിരുന്നു, ഗാന്ധി ഇന്ത്യക്കെതിരായിരുന്നു, ഗാന്ധിക്ക് പകരം ഗാന്ധിയെ കൊള്ളണമായിരുന്നു, നെഹ്റുവിനെ കൊള്ളണമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരാരാണ്? ഈ ഗോൾവൽക്കറിന്റെ പ്രത്യയ ശാസ്ത്രക്കാരും മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് മാത്രമേ ഉള്ളൂ ഗാന്ധിയോട് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇപ്പോ ഗാന്ധിയെ ഗോൾവൽക്കറിന് ഇഷ്ടമായിരുന്നു, ഹെഡ്ഗേവാറിന് ഇഷ്ടമായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് താങ്കളുടെ പോയിന്റ് പറഞ്ഞോളൂ. ഞാൻ അത് ജനാധിപത്യപരമായി കുറച്ച് സമയം കേട്ടിരിക്കും. അതിനപ്പുറം ഞാൻ പറഞ്ഞപ്പോ അല്ലല്ല, ഒന്നാമത്തെ കാര്യം, ഗാന്ധിയുടെ പേര് ഈ വലിയ പദ്ധതിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞതിനെ കുറിച്ച് താങ്കൾ 2 വരിയിൽ പറഞ്ഞ അപ്പം പോയിട്ട് ഗാന്ധിയോട് RSSന് സ്നേഹമായിരുന്നു എന്ന വാചകം നീട്ടി പറയുകയാണ്. അതിൽ തന്നെ ഒരു അർത്ഥരഹിതമായ വൈരുദ്ധ്യമുണ്ട്. ദയവായി കേൾക്കണം, എന്നാലേ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഐഡിയോളജിക്കൽ ക്ലാഷ് ആണുള്ളത്. അതായത് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ പ്രഭാവിതനായിട്ടാണ് കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഈ 1921 പരിപാടിയിൽ പങ്കെടുക്കുന്നതും സമരത്തിൽ പങ്കെടുക്കുന്നതും 1 വർഷം ജയിലിൽ പോകുന്നത്. 1 വർഷം ജയിലിൽ പോയിട്ട് ഹെഡ്ഗേവാർ ആൾക്കാരോട് പറഞ്ഞ എന്താണ്? മുസ്ലിങ്ങളും തമ്മിലുള്ള ഇക്വേഷൻ. 1 വർഷം ജയിലിൽ പോയിട്ട് ഹെഡ്ഗേവാർ പറഞ്ഞ എന്താണ്? 1 വർഷം ഹെഡ്ഗേവാർ ജയിലിൽ പോയത് തന്നെ അതിനകത്ത് കിടക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാനാണ്. എന്തിന് ഹിന്ദുത്വ ദേശീയതയുടെ കൂടെ നിൽക്കണം, ഈ ഏർപ്പാടിന്റെ കൂടെ നേരം കളയരുതെന്നുള്ള ചരിത്ര രചനകൾ വേറെ ഉണ്ട്. അന്ന് RSS തുടങ്ങുന്നില്ല. അതൊരു ഹിന്ദു റൈറ്റ് വിങ് സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തെ ചേർത്ത് നിർത്താനാണ് മഹാത്മാഗാന്ധി നോക്കിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ആ സ്പെക്ട്രത്തെ ചേർത്ത് നിർത്താനാണ് നോക്കിയിട്ടുള്ളത്, അല്ലാതെ തള്ളിക്കളയാനല്ല.
പക്ഷേ അവസാനം മഹാത്മാഗാന്ധിയുടെ ഗതി എന്താ എന്നുള്ളത് ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായി കിടക്കുകയാണ്. പക്ഷേ ലാൽകുമാർ, ഈ പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഇവർ വെട്ടുന്നു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള മ്യൂസിയം ഇവർ പ്രധാനമന്ത്രി മ്യൂസിയം എന്നാക്കി മാറ്റിയല്ലോ. അപ്പോൾ ഇത്തരം പേരുകൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ഇവർ ചില പേരുകൾ കൊണ്ടുവരാനും അപ്രോപ്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമം വേറെയും നടത്തുകയാണ്. അതിനപ്പുറം നമ്മുടെ സാമ്പത്തിക ഘടനയെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു മൻരേഗ. അതിലിപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഇപ്പോൾ ഇതിൻ്റെ ഈ ഡിമാൻഡ് ഡ്രിവൺ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതിനെ ഒരു പുതിയ മോഡിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഫണ്ടിങ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഭാരം മൊത്തം കൊടുക്കുന്നു. ഒപ്പം അത് ഈ കാർഷിക സീസൺ വരുമ്പോൾ ഇതിൻ്റെ മൊത്തം തൊഴിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ തരം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പം ഫണ്ട് ഫ്ലോയെ ബാധിക്കും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. സോ എങ്ങനെയാണ് ഈ പദ്ധതി ഇല്ലാതായി പോകാനുള്ള സാധ്യതയെക്കുറിച്ച് കാണുന്നത് എങ്ങനെയാണ്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നിഷാദിന്റെ വോയിസ് ഒരു അല്പം അപ്പാക്കി വെക്കണമെന്ന് പറഞ്ഞു. അത് ഇത്രയും ക്ലാരിറ്റി ഇല്ല. എനിക്ക് വേണ്ട ചോദ്യം കിട്ടി. ഇവിടെ ആശയപരമായ ഒരു സമരത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നോക്കൂ, നമുക്ക് ആശയ പ്രശ്നങ്ങളില്ല, കൺഫ്യൂഷൻസ് ഇല്ല. ഇവിടെ RSS സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നത് എന്താണെന്ന്, ഗാന്ധിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ ഇടപെടുന്നതെന്ന്, നമ്മുടെ ഗാന്ധി എന്ന സോഫ്റ്റ് പവറിനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഏത് അർത്ഥത്തിലും ഏത് തലത്തിലും നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ സാമൂഹ്യ വിമർശകർക്കും രാഷ്ട്രീയക്കാർക്കും ഈ പറയുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും നല്ല ധാരണയുണ്ട്. അത് ആശയക്കുഴപ്പം ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇത് ഗാന്ധിയിൽ തുടങ്ങിയ ഒരു വിഷയമല്ല. ഇത് ഗാന്ധിയിൽ തുടങ്ങിയ വിഷയമല്ല എന്ന് പറയാൻ കാരണം നിഷാദിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഈ നെയ്മിങ് എന്ന് പറയുന്നത് മാറ്റുന്നു, ഈ പേരുകളെല്ലാം മാറ്റുന്നു നമ്മൾ കണ്ടു. ആരുടെ പേരുകളാണ് ആദ്യം മാറ്റിയത്? ഈ നാട്ടിൽ ഒരുപാട് വർഷം, 250 വർഷത്തിൽ മേളിൽ ഭരിച്ച, ബാബറിൽ തുടങ്ങി ഭരിച്ച മുഗൾ രാജാക്കന്മാരുടെ പേരിലുള്ള കാര്യങ്ങളാണ് ആദ്യം മാറ്റിയത്. അവിടുന്നാണ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി. അപ്പം ആദ്യം ഇസ്ലാമിക് ട്രേസസിനെ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് ഈ ബ്രിട്ടീഷ് ട്രേസസ് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ട്രേസസിനെ എടുത്തു കളഞ്ഞു. ഇപ്പം എന്താ എടുത്തു കളയുന്നത്? ഇപ്പം ഇന്ത്യൻ നാഷണലിസ്റ്റുകളുടെ ട്രേസസ് എടുത്തു കളയുന്നത്. അങ്ങനെ വേണം അതിനെ കാണാൻ. അതാ പറഞ്ഞ അതിനകത്തൊരു ക്ലാരിറ്റി വരേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു ക്ലാരിറ്റിക്ക് ഞങ്ങൾക്ക് കുറവില്ല. ആദ്യം മുസ്ലിങ്ങളുടെ ട്രേസസ് എല്ലാം കളഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയുക, വ്യക്തമായി ആൾക്കാർക്ക് ചെല്ലേണ്ടതുണ്ട്. അടുത്തത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ട്രേസസ് എടുത്ത് കളഞ്ഞു. അടുത്തത് ഇന്ത്യൻ നാഷണലിസ്റ്റുകളെ ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റിനകത്ത് ഒന്നും ഒരിടത്തും വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ അധികാരം കിട്ടിക്കഴിയുമ്പം പുറകോട്ട് ഇറങ്ങി എന്തും നശിപ്പിക്കാം എന്നുള്ള ഒരു രീതി അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാര്യം അതിന് ക്ലാരിറ്റി വന്നു. ഞാൻ ഇതിനകത്ത് ഗാന്ധിയെക്കുറിച്ച് പറയുമ്പം കിങ് ജൂനിയറിൻ്റെ അസാസിനേഷൻ കഴിഞ്ഞ് ഒരു കാർട്ടൂൺ വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു ലൈൻ വായിക്കാം. കാർട്ടൂൺ ലോകപ്രസിദ്ധമായ കാർട്ടൂണാണ്. ദ ഓഡ് ഗാന്ധി കിങ്ങിനോട് പറയുകയാണ്, ഏതാ സ്വർഗത്തിൽ വെച്ചാണ്. ദ ഓഡ് തിങ് അബൌട്ട് അസാസിൻസ് ഡോക്ടർ കിങ് ഇസ് ദാറ്റ് ദേ തിങ്ക് ദേ ഹാവ് കിൽഡ് യു. നിങ്ങളെ കൊന്നു എന്നാണ് അവർ കരുതുന്നത്. ആരെ കൊല്ലാമെന്ന ആൾക്കാർ കരുതുന്നത് നിങ്ങളെ കൊന്നു എന്നാണ്. ഗാന്ധിജിയുടെ പേര് എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഏതൊക്കെ പേര് മാറ്റിയാലും അത് വീണ്ടും 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 മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഗാന്ധിയുടെ ട്രേസസിനെ മാറ്റാൻ ശ്രമം നടത്തുമ്പം ആ ശ്രമത്തിനെതിരെ പ്രതികരിക്കാൻ ഒരു വലിയ ലോകം ഇവിടെ ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ നിൽക്കുന്ന ആൾക്കാരല്ല, ഈ ലോകത്തുള്ള ജനത മൊത്തം ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ലോകത്തുള്ള ജനത, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അടുത്തത് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ എക്കണോമിക് ബ്ലണ്ടറാണ്. അതിനെനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരു ഈ ഡിമോണിറ്റൈസേഷൻ പോലെ ഒരു ബ്ലണ്ടറായിട്ട് തന്നെ ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഇത് നോക്കൂ, ഇവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, 100 ദിവസത്തെ ജോലി എന്നുള്ളത് 125 ദിവസത്തെ ജോലിയാക്കി. എന്നിട്ട് ചെയ്തെന്താ? 40% ഫൈനാൻഷ്യൽ ബേർഡൻ സ്റ്റേറ്റിന് കൊടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന 50 ബാക്കിയുള്ള 60 തന്നെ ഇവർ കൊടുക്കുമെന്ന്? ടൈംലി ആയിട്ട് ഇവർ എന്താണ് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ള ഈ രാജ്യത്തുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന ഏതേലും സംസ്ഥാനത്തിന് പണം ഇവർ കൊടുക്കുന്ന ഒരു കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എത്ര ലിറ്റിഗേഷനാണ് നടത്തുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ്, ഏത് രീതിയിലാണ് ഇവിടുത്തെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നറിയാം.
ഇവർ പറയുന്ന കണക്കാണെങ്കിൽ 25 ദിവസം വേണ്ട, നിങ്ങൾ 100% ഇതാ, നമ്മൾ വേറെ അഡീഷണൽ 40% വെച്ചിട്ട് വേറെ വർക്ക് കൊടുത്തോളാം. കാര്യം ഈ അലോക്കേഷൻ്റെ 40% നമ്മളാണല്ലോ കൊടുക്കേണ്ടത് അല്ലേ? ആ അലോക്കേഷൻ്റെ 40% വർക്ക് നമ്മൾ ഈ നരേഗ ആൾക്കാർക്ക് ജോലി കൊടുത്തോളാം, നിങ്ങൾ മൊത്തം പൈസ ഇതാ. ഇതൊന്നും അല്ല കളി. ഇതിനെ നശിപ്പിക്കാനായിട്ടുള്ള കളി തന്നെയാണ് നടക്കുന്നത്. കാര്യം ഇവിടെ ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വരവാണ്. ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ വേജ് ലേബറെ ഉണ്ടാക്കി നിർത്തുക. വേജ് ലേബറെ ഉണ്ടാക്കി നിർത്തി അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് പട്ടിണി പാവങ്ങളെ ഉണ്ടാക്കി ഈ ദാരിദ്ര്യമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിലും ചെറിയ രീതിയിൽ തൊഴിലെടുക്കാൻ വേജ് ലേബറായി മാറാൻ ഉള്ള അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ലേബർ കോഡുമായിട്ട് ചേർത്ത് വായിക്കണം. അത് കഥ പറഞ്ഞു, ലേബർ കോഡുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വിഷയമാണിത്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഈ പറയുന്ന പദ്ധതികൾ, ഓരോ പദ്ധതികൾ നിങ്ങൾ ആരോഗ്യ രംഗത്ത്, മറ്റ് രംഗത്ത്, ഏത് രംഗത്ത് വേണേൽ എടുത്തു നോക്കൂ, ക്യാപിറ്റലിസ്റ്റ് ട്രേസസ് ഉള്ളവർക്കാർ കൊടുക്കുക അല്ലാതെ ഇവിടുത്തെ പാവങ്ങൾക്ക് ഗുണപ്രദമായ ഒരു രീതിയിലുള്ള ഇടപെടൽ ഈ സർക്കാർ നടത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധ കാര്യമാണ്. ഇവർ ഫോളോ ചെയ്യുന്ന ഒരു എക്കണോമിക് ട്രിക്കിൾ ഡൗൺ തിയറിയാണ്. മേളിലുള്ളവന് കൊടുത്താൽ ഇത് താഴേക്ക് വരും. ഇതൊരിക്കലും താഴേക്ക് എത്താറില്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആണ് ഇവിടെ ഉള്ളത്. കാര്യം ഇവർ പരമാവധി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. നോക്കൂ, ഈ പറയുന്നതിനകത്ത് നിഷാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു പോസിംഗ് പീരീഡ് ഉണ്ട്. എത്ര? 60 ദിവസം. 60 ദിവസം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? ഹാർവെസ്റ്റിംഗ് സീസൺ ഉണ്ട്, സോയിങ് സീസൺ ഉണ്ട്. ഈ 2 സീസണിലും ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇടപെടുന്ന സ്ത്രീകളാന്ന് ഓർത്തോണം, പുരുഷന്മാരല്ല ഇതിന് പോകുന്നത്. ഇവർ പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ഏതൊക്കെ ഷെഡ്യൂളിൽ ഇത് വർക്ക് ചെയ്യാന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അവരുടെ 7th ഇത് ഫോക്കസ് പ്രോജക്റ്റുകൾ, അതിൻ്റെ 5th പോയിന്റ്, അതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ സ്കിൽഡ് ആണെങ്കിൽ എത്ര നാളെടുക്കുമെന്നറിയോ? അത് സ്കിൽഡ് ആണെങ്കിൽ എത്ര നാളെടുക്കും? അപ്പം എനിക്ക് നിഷാദ് ചോദിച്ച പോലെ ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പേര് മാറ്റുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് അതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയത്തെക്കുറിച്ചും എനിക്കൊരു സംശയവുമില്ല. ഇത് പരമാവധി ബേർഡൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഞെരുക്കുക, അതുവഴി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ആൾക്കാർ പണം കൈ കിട്ടുമ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുമ്പം വീണ്ടും ഡിമാൻഡ് വർദ്ധിക്കുമ്പം GDPക്ക് ഗുണമാണ്. ഈ സിമ്പിൾ ലോജിക്കാണ്. ഇതിനെ നശിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ നടന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം കപിൽ സിബാലിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് ചിദംബരം പറയുന്നുണ്ട്, assume that there is no government in India, even then we will hit 5% growth. ഇതാണ് ചിദംബരം പറയുന്നത്. ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ്. സത്യമാണത്. ഇവിടുത്തെ എക്കണോമിക് ട്രാൻസാക്ഷൻ അല്ലാതെ തന്നെ നടക്കും, 5% ഗ്രോത്ത് അല്ലാതെ തന്നെ നടക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് 6 ഉള്ളൂ. എന്തിനാ ഇങ്ങനൊരു ഗവൺമെന്റ് എന്ന് ഈ എക്കണോമിക് സ്കീമിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർ ആരോട് ചോദിച്ചാലും ഇതൊരു ബ്ലണ്ടേഴ്സ് മാത്രമാണ് നടത്തുന്നത്. പിന്നെ പണ്ട് അരുൺ ഷൂരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദേ ആർ കേപ്പബിൾ ഇനഫ് ടു മാനേജ് ദ ഹെഡ്ലൈൻസ്. കാര്യം ഇന്ത്യയിലെ മാധ്യമങ്ങളെ മൊത്തം വിലക്ക് മേടിച്ചിട്ടുള്ളതുകൊണ്ട് ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു മാനേജ് ദ ഹെഡ്ലൈൻസ്. അത് മാത്രമാണ് നടക്കുന്നത്. ഞാൻ നിർത്തി. ശരി. അല്ല, ഇതിനകത്ത് രാഹുൽ ഈശ്വർ ഈ പ്രശ്നം കാണുന്നില്ലേ? ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കാം. ഇവിടെ തദ്ദേശ മന്ത്രി പറയുന്നു 25 ലക്ഷത്തോളം ഇതിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. നമ്മൾ അല്ലെങ്കിൽ തന്നെ റൺ ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. കാരണം എന്താണ്? GST വന്ന് കാശ് മുഴുവൻ ജിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരൻ തരാൻ വേണ്ടിയും നമ്മുടെ വായ്പ എടുക്കൽ ശേഷി കൂട്ടാനും ഒക്കെ നമ്മൾ നടത്തുന്ന സമരങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കേരളം ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ആ കേരളത്തോട് നിങ്ങൾ 60% എടുക്കണം, 10ൽ നിന്ന് ഒറ്റയടിക്ക് 50% കൂട്ടുകയാണ്. എന്ന് വെച്ചാൽ കേരളം അടക്കമുള്ള മറ്റു പല സംസ്ഥാനങ്ങളും ഈ ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ ഈ പദ്ധതി വഴിയിലായി പോവുകയും അതിൻ്റെ പാപഭാരം മുഴുവൻ സ്റ്റേറ്റ് എടുക്കുകയും BJP നേതാക്കൾ, താങ്കളെപ്പോലുള്ള ആൾക്കാർ, ഞങ്ങൾ 40% കൊടുത്തല്ലോ, ഇവർക്കല്ലേ 60 ഇല്ലാത്തത് എന്ന് പറയുക. അങ്ങനെ ഇതിൻ്റെ മൊത്തം രാഷ്ട്രീയ ഭാരവും പാപഭാരവും ഇവരെടുക്കേണ്ടി വരിക, പരിപാടി മുടങ്ങിപ്പോവുക, ആളുകളുടെ കാശ് കിട്ടുന്ന കുറയുക എന്ന് പറയുന്ന സംഗതി നടക്കുമെന്ന് രാഷ്ട്രീയമായ നിരീക്ഷണം കണ്ടുകൂടെ? അല്ല, 2 കാര്യങ്ങൾ ശ്രീ നിഷാദ്. ഇവിടെ ശ്രീ ലാല് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, പക്ഷേ അതിൻ്റെ മറുഭാഗമാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അതായത് വേൾഡ് ഓവർ ഉള്ള റൈറ്റ് ലീനിങ് ഗവൺമെൻറ്റ്സ്, അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും കുറേയൊക്കെ ഈ ട്രിക്കിൾ ഡൗൺ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ലാർജർ പാരഡൈമിൽ വിശ്വസിക്കുന്നതാണ്. അതായത് അവർ മണി നമ്മളെ എക്കോണമിയിലേക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ മുതൽ അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് താഴെ ആൾക്കാരിലേക്ക് എത്തും. ഒബാമയാണ് ലോകവ്യാപകമായി ഇതിൻ്റെ നല്ലൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയുന്നത്. അങ്ങനെ ട്രിക്കിൾ ഡൗൺ എന്നൊരു ഫിനോമിനൻ ഇല്ല, അത് ഈ റൈറ്റ് ലീനിങ് ഗവൺമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് മാത്രമാണെന്ന് അമേരിക്കയിലടക്കം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട്. അതൊരു ലാർജർ ഇക്കണോമിക് ഡിബേറ്റ് ആണ്. അതായത് ലെഫ്റ്റ് ലീനിങ് ഗവൺമെൻറ്, സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, സ്റ്റേറ്റ് എത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങൾ മുതൽ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര പാർട്ടി രാജഗോപാലാചാരി അടക്കം മുമ്പോട്ട് വെക്കുന്ന
ഒരു പാരഡൈം പരിപ്രേക്ഷ്യം ഈ റൈറ്റ് ലീനിങ് ഗവൺമെന്റ് ആണ്. കൗതുകം നമുക്ക് ഇന്ന് തോന്നാം, പക്ഷേ BJPയുടെ യഥാർത്ഥത്തിൽ ഒറിജിനൽ ഫൗണ്ടിങ് ഫിലോസഫീസിൽ 5 എണ്ണത്തിൽ ഒരെണ്ണം ഗാന്ധിയൻ സോഷ്യലിസമാണ്. പക്ഷേ പ്രത്യേകിച്ച് 91-ന് ശേഷം ആ ഫിലോസഫി ഗാന്ധിയൻ സോഷ്യലിസം രണ്ടുപേരും കോൺഗ്രസും BJPയും വിശാല ഗാന്ധിയൻ സോഷ്യലിസത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് കൂടുതൽ മാർക്കറ്റ് എക്കണോമിക്സിന്റെ ഒരു ആശയത്തിലേക്ക് ഒരർത്ഥത്തിൽ 2 പാർട്ടികളും പോയി. BJP കൂടുതൽ ഇന്റർനാഷണൽ അലയൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സെന്റർ റൈറ്റ് അലയൻസ് എന്ന് പറയുന്നതിലേക്കാണ് പോകുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ഡിബേറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാം. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് റൈറ്റ് ആണോ റോങ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളൊരു ഡിബേറ്റ് എന്നും എക്കണോമിസ്റ്റുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ശ്രീ ലാല് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. ആ ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ് എന്ന് പറയുന്ന വിശാലമായ ആശയത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓൺട്രപ്രണർഷിപ്പിനടക്കം പല കാര്യങ്ങളും കൊടുക്കുന്നു, കുറച്ചുകൂടെ മിഡിൽ ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മിഡിൽ ക്ലാസ്സിലേക്ക് ധനവും മറ്റും ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ് ഉണ്ടാവുമെന്നും അപ്പർ ക്ലാസ്സിലേക്ക് കൂടുതൽ റിസോഴ്സ് വരുമ്പോൾ അത് മിഡിൽ ക്ലാസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രിക്കിൾ ഡൗൺ ചെയ്യുമെന്നും അങ്ങനെ വിശ്വാസധാരയുണ്ട്. അത് റൈറ്റ് ഓർ റോങ് ഇസ് എ സെക്കൻഡറി തിങ്. ഒരു ലാർജർ നിയോ ലിബറൽ എക്കണോമിക്സിന്റെ പല ആൾക്കാരും പോലും ഇതിനെ അംഗീകരിക്കുന്ന ധാരകളുണ്ട് എന്നുള്ള സത്യം. രണ്ട്, ശ്രീ ലാല് പറഞ്ഞതിനോട് വിനീതമായ ഒരു വിഷയത്തിലുള്ള എതിർപ്പ് അത് ശ്രീ ശശി തരൂർ അടക്കമുള്ളവർ പലപ്പോഴും സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കാലഘട്ടങ്ങളെ നമ്മൾ വിഭജിക്കുമ്പം പോലും ബ്രിട്ടീഷ് കാലഘട്ടത്തെയും മുഗൾ കാലഘട്ടത്തെയും ഒരർത്ഥത്തിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാറില്ല. കാര്യം മുഗളന്മാർ ഇവിടെ വന്ന് ഇവിടുത്തെ രാജകുമാരിമാരെ കല്യാണം കഴിച്ച് ജഹാംഗീർ അടക്കം ഷാജഹാൻ അടക്കം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മതങ്ങളുമായി ചേർന്ന് അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മുഗളിൻ്റെ കാര്യവും ബ്രിട്ടീഷ് ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ മക്കാളെ പുത്രാസ് എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്നതിൽ നിന്നൊരു ഡീകോളനൈസേഷൻ നമുക്ക് ആവശ്യമാണ്. മുഗളിൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. മുഗളന്മാരും നമ്മുടെ തന്നെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അക്ബറിനെ പോലെ ഒരു ബഹുസ്വര രാജാവ് ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ടിപ്പു നമ്മുടെ ഭാഗമാണ്. ശിവാജി മഹാരാജാവ് നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് മുഗളും ബ്രിട്ടീഷും ആ അർത്ഥത്തിൽ പക്ഷെ എന്താണ് ചെയ്തു? അപ്പൊ താങ്കൾക്കറിയാം, പോട്ടെ, ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് മുദ്രകളെ മായ്ച്ചു കളയുക, അടിമത്ത ചരിത്രത്തിന്റെ ഭാഗം മാറ്റുക, അതിനുവേണ്ടിയൊക്കെ മാറ്റുന്നത് വേണമെങ്കിൽ ഒരു വശത്ത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ചരിത്രം ഈസ് ചരിത്രം, അതിനെ നമുക്ക് അംഗീകരിച്ചല്ലാതെ പോകാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ശരിയാണ്. പക്ഷെ എന്നിട്ടും മുഗളന്മാരെ മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന പോയിന്റ് രാഹുലിന് പോലും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചരിത്രത്തെ മാറ്റി എഴുതുക, പുതിയൊരു സംഗതി ഉണ്ടാക്കുക, എല്ലാം പുറപ്പെട്ടത് 2014 മോദി വന്നതിന് ശേഷമാണ് എന്ന് സ്ഥാപിക്കുക. അതുകൊണ്ടാണ് ഇവർ നേരത്തെ ലാലു പറഞ്ഞതുപോലെ മുഗളന്മാരുടെ ഹിസ്റ്ററി മായ്ക്കുന്നു, അവർ ബ്രിട്ടീഷ് ഹിസ്റ്ററി മായ്ച്ചു കളയുന്നു, സമീപകാലത്തെ എല്ലാ ഹിസ്റ്ററിയും മായ്ക്കുന്നു, 1ാം UPA സർക്കാരിൻ്റെയും 2ാം UPA സർക്കാരിൻ്റെയും പദ്ധതികൾ മായ്ക്കുന്നു, ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് മാറ്റുന്നു, രാജീവ് ആവാസ് യോജനയുടെ പേര് മാറ്റുന്നു, നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയുടെ പേര് മാറ്റുന്നു, നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ പേര് മാറ്റുന്നു. എല്ലാം മാറ്റുകയാണ് എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയ മോദിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അല്പത്തരമല്ലേ നമ്മൾ കാണുന്നത് രാഹുൽ? കോൺഗ്രസ്സുകാർക്ക് പോലുമുള്ള ഒരു വിമർശനം പറഞ്ഞോട്ടെ. കോൺഗ്രസ്സുകാർക്ക് പോലുമുള്ളൊരു വിമർശനം, അതായത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന, അതാണ് മുഗളന്മാരും ബ്രിട്ടീഷുകാരും വേറെ, ബ്രിട്ടീഷുകാരിൽ നമുക്കൊരു ഡീകോളനൈസേഷൻ ആവശ്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. മുഗൾ ക്വസ്റ്റ്യൻ വേറെയാണ്. ഇത് വളരെ റിഫൈൻഡ് ആയിട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ നിൽക്കുന്ന ശ്രീ ശശി തരൂറും BJPയുടെ സ്വപൻ ദാസ് ഗുപ്ത അടക്കമുള്ള ഒരുപാട് റിയലിസ്റ്റിക് ആയി ഇത്തരം ആൾക്കാർ വളരെ സീരിയസ് ആയി തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2, പേരുകളുടെ കാര്യം വരുമ്പോൾ കുറെ കൂടെ റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ആവശ്യമാണ്. ഗാന്ധി കുടുംബം നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ മഹത്തരമാണ്. കാര്യം 2 പേർ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികൾ തന്നെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിതം 10 വർഷത്തോളം നെഹ്റുജി ജയിലിൽ കിടന്നതാണ്. അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് നെയിംസ്, ഇപ്പോൾ പട്ടേലിൻ്റെ അടക്കം, എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിക്ക് പട്ടേലിന് വളർത്താൻ ഈ സ്പേസ് കിട്ടുന്നത്? വേണ്ട രീതിയിൽ പട്ടേൽ ആദരിക്കപ്പെട്ടില്ല. ആ സെന്റർ റൈറ്റ് സ്പേസ് ആണ് നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും വലിയ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി ഫില്ലിൻ ചെയ്യാൻ നോക്കുന്നത്. ഈ സെന്റർ റൈറ്റ് എന്ന് പറയുന്ന പട്ടേലിന്റെ പേരല്ല എന്തെല്ലാം സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ നോക്കൂ, IPSകാരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? നമുക്ക് റെപ്രസെന്റേഷൻ ഞാൻ വളരെ ആത്മാർത്ഥമായി ശ്രീ നിജേഷ് ഇരിക്കുകയല്ലേ, ശ്രീ നിജേഷ് ഇരിക്കല്ലേ, അദ്ദേഹത്തോടും കൂടെ ചോദ്യം. സർദാർ പട്ടേൽ വേണ്ട രീതിയിൽ റെപ്രസെന്റ് ആണോ? മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ നമ്മുടെ തമിഴ് ബ്രാഹ്മണനായ C. രാജഗോപാലാചാരി വേണ്ട രീതിയിൽ റെപ്രസെന്റഡ് ആണോ? എത്രയോ പേർ കോൺഗ്രസിന്റെ ധാരകളിൽ ഇത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ലേ കോൺഗ്രസ് തന്നെ വലിയ സംഘടനാപരമായ ഒരു സ്പ്ലിറ്റിലേക്ക് പിന്നീട് വന്നത്. ഗാന്ധിജി ഉണ്ടായിരുന്ന കാലത്ത് ഈ സെന്റർ റൈറ്റിനെ കൂടെ നിർത്തിയിരുന്നു. RSSന്റെ വേദികളിൽ പോലും പോയി സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നിങ്ങളുടെ മുസ്ലിം വിരോധം മാറ്റണം. ഒരു വരി കൂടി ക്ലിയർ.
ഗാന്ധിയുടെ പേര് അല്ല അങ്ങനെയല്ല ഒരു വരി കൂടെ ശ്രദ്ധിക്കൂ, ദയവായി ഒരു വരി കൂടെ ശ്രദ്ധിക്കൂ. അല്ല അത് ഗാന്ധിജിയുടെ കാലത്തെ ആശയം മാത്രമല്ല, ആധുനിക കാലത്തെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരനായ പ്രണബ് കുമാർ മുഖർജിയും അത് തന്നെയല്ലേ ചെയ്തത്. ആ പ്രണബ് കുമാർ മുഖർജിയും RSSന്റെ കാര്യാലയത്തിലേക്ക് കടന്ന് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് ഹെഡ്ഗേവാർജിയെ രേഖപ്പെടുത്തി പോകുന്നത്, അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റുജിയുടെ ക്യാബിനറ്റിലേക്ക് ക്ഷണിക്കുന്നത്, ആ വിശാല സെന്റർ റൈറ്റ് എന്തിന് RSSനോട് ചില കാര്യങ്ങളുടെ കണ്ടീഷണാലിറ്റിയോട് കൂടി വേണമെങ്കിൽ ഭരണത്തിൽ കൂടെ ചേരാമെന്ന് സർദാർ പട്ടേൽ പറയുന്നത് ഈ റൈറ്റ് വിങ് സ്പേസിനെ കൂടെ നിർത്താൻ വേണ്ടിയല്ലേ. മഹാത്മാഗാന്ധിയും പട്ടേലും കാണിച്ച ബുദ്ധിയോ അല്ലെങ്കിൽ നന്മയോ അക്കോമഡേഷനോ പിന്നീടുള്ള കോൺഗ്രസുകാർക്ക് മിസ്സായി മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ആളാരാണ്? മര്യാദയ്ക്ക് ഭരണഘടനയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ആളാരാണ്? അതേപോലെ തന്നെ RSSന്റെ വിലക്ക് നീക്കിയതും RSSനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചതും പട്ടേൽ തന്നെ ആയിരുന്നില്ലേ? പട്ടേലും തമ്മിൽ RSSനെ വിലക്കിയതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വിലക്ക് നീക്കിയത് ഗാന്ധിവധം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ് ഗാന്ധിയെ വധിച്ചതാണ്. ഗാന്ധിയെ വധിച്ചതിന്റെ പേരിൽ RSSനെ നിരോധിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ തീരുമാനം എടുക്കുന്ന ബോഡിയിൽ പട്ടേൽ ഉണ്ടായിരുന്നോ? പിന്നീട് പട്ടേൽ ഉണ്ടായിരുന്നു, പക്ഷെ പട്ടേൽ തന്നെയാണല്ലോ അത് പിന്നീട് മാറ്റുന്നത്. പട്ടേൽ ഇതിനെ ചേർത്തങ്ങെ പിടിക്കായിരുന്നു. RSSനെ ഗാന്ധിയെ വധിച്ചപ്പോ ആദ്യം നിരോധിക്കേണ്ടത് RSSനെയാണെന്ന് തീരുമാനിച്ച ബോഡിയിൽ പട്ടേൽ ഉണ്ടായിരുന്നു. അപ്പോട്ടെ, ഞാൻ നിജേഷ് വീണ്ടും ഞാൻ ഈ പദ്ധതിയിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ ഈ പേരിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ലല്ലോ, പേരിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ലല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒരു കോമൺ ഞാൻ വരാം രാഹുൽ, നമ്മൾ അതിൽ കിടക്കേണ്ട കാര്യമില്ല. അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പദ്ധതി ഇല്ലാതാവും പോകുന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ എന്തുമാത്രം മനുഷ്യരെ, ഇന്ത്യയിലാകമാനം എന്തുമാത്രം മനുഷ്യരെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. പറയുമ്പോൾ 125 ഡേയ്സ് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു, കൂട്ടിയിരിക്കുന്നു ഇത് തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരണം, ഓഡിറ്റിംഗ് പക്കയാക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതാണ് ഇവരെ ഷോക്കേസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് തിങ്സ്. അതിൽ ഈ ബയോമെട്രിക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബീഹാറിലൊക്കെയുള്ള മനുഷ്യന്മാർ അതിനകത്ത് എന്തുമാത്രം അവർക്ക് അതിനോട് യോജിച്ചു പോകാൻ കഴിയും, അത്രയും ഗ്രാമീണരെ അകറ്റാനൊക്കെ സഹായിക്കുള്ളൂ. സത്യത്തിൽ ഈ പദ്ധതി അവസാനിക്കാൻ പോവാണോ? തീർച്ചയായിട്ടും നിഷാദെ, ഞാൻ ആ രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം അത് വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ്. അറിയാതെങ്കിലും നരേന്ദ്രമോദിയുടെ ചെയ്തികളെ ന്യായീകരിക്കുകയാണ്. ദയവിധ ചർച്ചയ്ക്കകത്തേക്ക് അത് കൊണ്ടുപോകരുത്. നമ്മൾ കാണേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ മാറ്റം ഇന്ത്യ രാജ്യത്തുടനീളമുണ്ട്. നമുക്കറിയാം, കാർഷിക മേഖലയിലാണ് ഈ പണി ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തത്. അതിന്റെ ഇമ്പാക്ട് എന്താണ്? ഇവർക്ക് കിട്ടുന്ന കൂലി അതിന് സമാനമായിക്കൊണ്ട് ഈ 100 ദിവസം കഴിഞ്ഞാലും കാർഷിക മേഖലയിൽ ജോലി കിട്ടുകയാണ് ഇവർക്ക്. ഒരിക്കൽ പോലും ജോലിക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾക്ക് സർക്കാർ ഒരു പണി കൊടുത്തപ്പോൾ പദ്ധതിയിലൂടെ അവകാശമാക്കി, ഔദാര്യമല്ല അവകാശമാക്കി ജോലി കൊടുത്തപ്പോൾ 100-ന് പിന്നീട് വരുന്ന 265 ദിവസത്തിൽ ഭൂരിപക്ഷം ദിവസവും കാർഷിക മേഖലയിൽ ഇവർക്ക് തൊഴിൽ കിട്ടുകയാണ്. ഇത് ഗ്രാമസഭയിലൂടെ കിട്ടിയ തൊഴിൽ അവസാനിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഇനി തൊഴിലില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ വരുമാനം തന്നെ അവസാനിക്കാൻ പോവുകയാണ്. കാർഷിക മേഖലയിൽ ഇവർക്ക് ഇനി പണിയില്ല എന്ന് പറഞ്ഞാൽ അവര് ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഈ തൊഴിലാളികളുടെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന തുല്യമാണ്. രണ്ടാമത്തത് ഈക്വാലിറ്റി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ വിട്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയതിന്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇന്ത്യ ഗ്രാമങ്ങളിൽ കാണാം. അവിടെ സ്ത്രീയും പുരുഷനും ഒരേ വേജിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റെവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗം വിട്ടേക്ക്, പ്രൈവറ്റ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലിക്ക് കൂലി ഏറ്റവും താഴെയാണ്. ഇവിടെ ഈക്വലായ തുല്യമായ വരുമാനം കൊടുക്കുന്നു. അവസാനിക്കാൻ പോവുകയല്ലേ? ഈ സ്ത്രീകൾ പുറത്തു വന്ന് ഈക്വലായി നിൽക്കുന്ന ഈ സാഹചര്യം അവസാനിക്കാൻ പോകുന്നു. പിന്നീട് ഈ കാർഷിക മേഖലയിലെ തൊഴിലവസരം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർ വീണ്ടും എവിടേക്ക് പോകും? അതിൽ കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്കിൽഡായ ആളുകൾ, അല്ലെങ്കിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ആളുകൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കൊക്കെ തിരിച്ചു പോകും. അപ്പോൾ നേരത്തെ തൊഴിൽ വന്ന ഒരു ഗ്രാമത്തിൽ ഇപ്പൊ ഞാനൊക്കെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. എന്റെ വാർഡിൽ 118 തൊഴിലാളികളുണ്ടായിരുന്നു. ഈ 118 പേരും നേരത്തെ തൊഴിൽ ചെയ്യാത്ത ആളുകളായിരുന്നു, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അവരൊക്കെ തിരിച്ചു പോകും, അവർ ഈ ജോലി നിർത്തും, അവസാനിപ്പിക്കും, പോകും. അതിന്റെ ഇമ്പാക്ട് എവിടെ കിട്ടും? ആ ഇമ്പാക്ട് നേരെ ആകാൻ പോകുന്ന ഗ്രാമത്തിനകത്തേക്കാണ്. ഇപ്പൊ എന്റെ ഗ്രാമത്തിനകത്ത് 3 വാർഡുകളുടെ സംയോജന സ്ഥലമാണ്. ആ വാർഡിനകത്ത് സാധാരണക്കാരായ ആളുകൾ അവരുടെ പൈസ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ
വിനിയോഗിക്കപ്പെടുന്നത് ബാങ്കിലെ ഡെപ്പോസിറ്റ് ആയിട്ടല്ല. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്ക്, അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, അവരുടെ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മാർക്കറ്റിനകത്തേക്കാണ് ഈ പൈസ. ഒരു ഗ്രാമത്തിൽ 10, 15 കോടി രൂപ ഒരു വർഷത്തിനകത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ക്രയവിക്രയമുണ്ട്. ആ ക്രയവിക്രയത്തിലൂടെ വരുന്ന സാമ്പത്തികമായ പണത്തിന്റെ ഒഴുക്ക് അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് അവിടെ പോകും. നമ്മുടെ ഗ്രാമീണ തലത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഇന്നലെ വരെ കഴിഞ്ഞ 10-15 വർഷമായി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന നിലവാരം നേരെ താഴോട്ട് പോകും. പിന്നീട് എന്താവും? ഈ പദ്ധതി സാവകാശം ഇല്ലാതായി പോകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾക്കറിയാം, വളരെ കുറച്ച് സംസ്ഥാനം, ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഹിമാചൽ ഉൾപ്പെടെ വളരെ കുറച്ച് സ്ഥലത്താണ് 90% നിലനിൽക്കുക എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം സ്റ്റേറ്റിൽ, പ്രത്യേകിച്ചും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കകത്തു നിന്നൊക്കെ ഈ പദ്ധതി തന്നെ എടുക്കപ്പെട്ടു പോകും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ, നമ്മൾക്കറിയാം, ഒരു ജോലി തുടർച്ചയായി ചെല്ലുന്നതിന്റെ അവകാശമായ തൊഴിൽ, ഓരോ ദിവസവും ഗ്രാമസഭയിൽ പോയി അവൻ തൊഴിൽ അപേക്ഷിച്ച് 15 ദിവസം പണി കിട്ടി, 14 ദിവസം മസ്റ്റർ റോളിൽ ഒപ്പുവെച്ച് ഫോട്ടോ എടുത്ത് ജോലി കിട്ടി അവന്റെ അവകാശമാക്കിക്കൊണ്ട് കിട്ടുന്ന സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ പിന്നീട് ഈ തൊഴിൽ തന്നെ പുറകോട്ട് പോകും. അങ്ങനെ 4-5 വർഷം കൊണ്ട് ഈ പദ്ധതി തന്നെ അവസാനിച്ചു പോകും. പിന്നീട് ഈ പദ്ധതി ഉണ്ടാവില്ല. പദ്ധതി ഇല്ലാത്തതിന്റെ ഗുണമാണ് ആർക്ക് കിട്ടാൻ പോകുന്നത്? നരേന്ദ്രമോദിക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഗാന്ധിയുടെ പേര് അറിയാതെങ്കിലും സാധാരണക്കാരൻ പറഞ്ഞ ഗാന്ധിയുടെ സ്വപ്നമായ, നമ്മൾക്കറിയാം, ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിയുടെ സ്വപ്നം, ഗാന്ധിജിയുടെ സ്വപ്നമാണ് നടപ്പിലാക്കിയത്. വെറുതെ മഹാത്മാഗാന്ധിയുടെ പേരിട്ടതല്ല. ഗ്രാമത്തിനകത്തുള്ള അവിടെ സ്വയം പര്യാപ്തത എന്ന ഗാന്ധിജിയുടെ ലക്ഷ്യം നടപ്പിലാക്കിയ മഹത്തായ ഒരു പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേരുള്ളത്. ആ പേര് ഇനിയിപ്പം ഉച്ചരിക്കാൻ പോലും പറ്റാത്ത പേരിലേക്ക് ആക്കിക്കൊണ്ട് വളരെ ബോധപൂർവം ഈ പദ്ധതിയെ കൊല്ലുന്ന സമീപനമാണ് ആരെടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പട്ടേലിനെ കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞുകൊണ്ടുവന്ന് ഇതിന്റെ ഗൗരവം നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ പദ്ധതി ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയ വളരെ പോസിറ്റീവായി കൊണ്ടുണ്ടാക്കിയ വളർച്ച, ആ വളർച്ച അവസാനിക്കാനാണ് പോകുന്നത്. നാളെ BJP-കാരൻ വന്ന് സ്റ്റേറ്റിനെ കുറ്റം പറയും. അല്ലാതെ RSSന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറെ, അന്ന് 1948 കാലത്ത് CCTV-യും ടെലിഫോണും ടെലിഫോണിന്റെ നമ്മളെ കോൾ റെക്കോർഡും ഒക്കെ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, 1948 ജനുവരി മാസം 20-ാം തീയതി സവർക്കർ താമസിച്ച റൂമിലേക്ക് പോയ ആപ്തയും ഗോഡ്സെയും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന അവരുടെ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സവർക്കർ ജയിലിൽ കിടന്നേനെ. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് RSSന്റെ വലിയ മഹത്വം എന്ന് പറയേണ്ട, ഭരണഘടനയില്ലാത്ത, മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംഘടന, ആ സംഘടനയുടെ ആളുകൾ ചെയ്തു കൂട്ടിയ കോപ്രായം, അത് മഹത്വവൽക്കരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പരിശോധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഇത് മഹാത്മാഗാന്ധിയെ വെട്ടിക്കളയാനുള്ള ഒരു പരിപാടി മാത്രമായിട്ടാണോ കാണുന്നത്? ഈ കേന്ദ്ര സർക്കാർ ഇപ്പോ RSS ലാൽകുമാർ, ഇതിനകത്തൊരു RSS ഭരണകൂടത്തിന്റെ, RSSന്റെ ഒരു നയസമീപനത്തിന്റെ പ്രശ്നമുണ്ട്. അതായത് ജനങ്ങൾക്ക് അങ്ങനെ എല്ലാം വെറുതെ കൊടുക്കേണ്ടതില്ല, ജനങ്ങൾക്ക് ഇങ്ങനെ സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്ന നയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് അവരുടേത്. അവർ വന്നപ്പോഴാണല്ലോ ഗ്യാസിന്റെ സബ്സിഡി എന്ന് പറയുന്ന സംഗതി അപ്രഖ്യാപിതമായി ഇല്ലാതാക്കുന്നു. ഇപ്പോൾ ഫ്യൂവൽ പ്രൈസ് എവിടെ നിൽക്കുന്നത് നമുക്കറിയാം. ലോകത്താകമാനം ഫ്യൂവൽ പ്രൈസ് ഇടിഞ്ഞാലും അതിൻ്റെ 5 രൂപയുടെ ഗുണം പൗരന് കിട്ടാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എക്സൈസ് ഡ്യൂട്ടി കയറ്റി വയ്ക്കും. ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ്റെയും ഗുണം ആർക്ക് കിട്ടിയിട്ടില്ല? നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കുന്നു, റഷ്യ നമുക്ക് ഓഫർ തരുന്നു, നമ്മൾ അതിൻ്റെ കൂടെ എഥനോൾ കയറ്റി പിന്നെയും ചിലവ് കുറയ്ക്കുന്നു. പക്ഷേ ഗുണമൊന്നും നാട്ടേണ്ടതല്ല പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള വിമാനത്താവളങ്ങൾ അതൊക്കെ അദാനിക്ക് കൊടുക്കാനുള്ളതാണ്. ആ ഒരു നയത്തിൻ്റെ ഒരു തുടർച്ചയാണോ ഇത്? അതല്ല കേവലം മഹാത്മാഗാന്ധി ഈർഷ്യ മാത്രമാണോ? അല്ല, തീർച്ചയായിട്ടും നയത്തിൻ്റെയാണ്. നോക്കൂ, ഞാൻ ആദ്യ സ്ട്രെച്ചിൽ പറഞ്ഞപ്പം അതിനകത്തൊരു ആ നെയിമിങ്ങിന് പോലും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. കാര്യം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിൽ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്ട്രെച്ചിൽ വ്യക്തമായി എന്താണ് BJP-യുടെ സാമ്പത്തിക രാഷ്ട്രീയം എന്ന് തന്നെയാണ് ബോധ്യപ്പെടുത്തിയത്. നോക്കൂ, ഈ പറയുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സർക്കാർ അത് ചിലപ്പം BJP-യുടെ സർക്കാരായിരിക്കും. ഒറ്റ ഒരെണ്ണം പോലും പ്രവർത്തിക്കത്തുമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിക്ലറേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് തരും ഇത് തരും എന്നൊക്കെ പറയും, പക്ഷെ ഒന്നും നടക്കാറില്ല. താങ്കൾ പറഞ്ഞ പോലെ സബ്സിഡി ഇല്ലാതാക്കുക, അതൊക്കെ ക്രോണി ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസീസ് ആണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആൾക്കാർക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഇന്ന് കിട്ടാനുള്ളത് ഇന്ന് കിട്ടണമെന്നേ. നിങ്ങൾ പറഞ്ഞില്ലേ, മാർക്കറ്റ് എക്കണോമിക്സിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്നവരല്ല ഈ രാജ്യത്തുള്ള പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ കൊടുക്കേണ്ടി വരും, അവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് കിട്ടേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടി വരും. ആ ബെനിഫിറ്റ്സിനെ എല്ലാം ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച കാര്യം നോക്കൂ, ഇവരുടെ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്.
ഈ പറയുന്ന റഷ്യ എന്നുള്ള ഓയിൽ ഇറക്കുമതി നടക്കുന്നത് വഴി റഷ്യ റിലേഷൻഷിപ്പ് വളരെ മെച്ചപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു സത്യാവസ്ഥയാണ്. അത് നമ്മൾ പുടിൻ വരുന്നു, പുടിനെ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ഡിപ്ലോമസി നടക്കുന്നു. ടെൽ മീ വൺ സിംഗിൾ ബെനിഫിറ്റ് ദാറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇന്ത്യക്കാർക്ക് ഒരു ഗുണവും അതുകൊണ്ടില്ല. അത് ഈ പറയുന്ന റിഫൈൻഡ് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് പോവാണ്. ഇന്ത്യയിൽ ആ ഓയിൽ വിൽക്കുന്നില്ല. ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ആഡ് ചെയ്ത ഈ പറയുന്ന അതിൻ്റെ എന്താ പൊട്ടൻഷ്യൽ കുറഞ്ഞ മോട്ടോർ സ്പിരിറ്റാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെ വിൽക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് തന്നെ എഞ്ചിന് തന്നെ കേടാന്ന് പറഞ്ഞ് പല പഠനങ്ങളും വന്നു. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. കാര്യം അംബാനിക്കോ അദാനിക്കോ ഒക്കെ ഈ പറയുന്ന സൈഡിൽ കൂടെ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. നോക്കൂ, ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. അമേരിക്കൻ താരിഫ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നു. ആ അമേരിക്കൻ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന വഴി ഇവിടെ ഒരുപാട് പേരുടെ ജോലി പോകാൻ പോവാണ്. അങ്ങനൊരു സാഹചര്യമുണ്ട്. അത് ശരിക്കും നമുക്കൊരു ട്രൂ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ട്രൂ ലോസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ താരിഫിന്. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമുക്ക് കോംപ്രമൈസിങ് പൊസിഷൻ നിൽക്കേണ്ടി വരുന്നത്? റഷ്യയിൽ ഓയിൽ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട്. ആ റഷ്യയിൽ ഓയിൽ ഇറക്കുമതി വരുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം? അംബാനിക്കോ അദാനി, അല്ലെങ്കിൽ ഈ പറയുന്ന അംബാനി അദാനി ഐ എം നോട്ട് നെയിമിങ് ബിക്കോസ് കമ്പനികൾക്ക്. അദാനി ഈസ് ഒബ്വിയസ്ലി ദാറ്റ്. ഇതല്ലേ സത്യം? ഇത് ഈ പറയുന്ന ബെനിഫിറ്റ് ഏതേലും തരത്തിൽ സാധാരണക്കാരിലേക്ക് എത്തണമെന്ന് എന്നേലും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അവർ ഇപ്പൊ നോക്കൂ, ഈ പറയുന്നതിനകത്തെ ഈ ഫോക്കസ് പ്രോജക്റ്റുകളിൽ യൂണിയൻ ഗവൺമെന്റാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിനൊരു പ്ലാൻ, പഞ്ചായത്തുകൾ പ്ലാൻ ഉണ്ടാക്കി ഒരു ആനുവൽ സ്കീം പോലെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. വാട്ടർ സെക്യൂരിറ്റിക്ക്, കോർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ലൈവ്ലിഹുഡ്, പിന്നെ രസകരമായ കാര്യമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ടു മിറ്റിഗേറ്റ് എക്സ്ട്രീം വെതർ. ഇതൊക്കെ ഒന്ന് നടപ്പാക്കി വരണമെങ്കിൽ 4 വർഷം എടുക്കും. അപ്പം അത്ര നാൾ ഇപ്പം ഫണ്ട് കട്ട് ഇപ്പം തന്നെ നടക്കുകയും ചെയ്യും. നടക്കാൻ പോകുന്നതാ. ഇതല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്? എത്ര കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് പകരം നോക്കൂ, ഗോൾവേക്കർ അപ്പുറത്തൂടെ പോയപ്പോൾ ഇത് പറഞ്ഞു, ആ പട്ടേൽ അന്ന് തിരിച്ച് RSSനെ എടുത്തില്ലേ? അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. അത് അതിൻ്റെ സൈഡിൽ കൂടെ വന്ന ഒരു ചെറിയ കാര്യമാണ്. അതുവഴി ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്ത് ഈ പറയുന്ന RSSന്റെ രാഷ്ട്രീയവും ഗാന്ധിയെ എടുത്ത് തലയെ വെച്ചതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതാ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനകത്ത് വ്യക്തതയുണ്ട്, ആ കാര്യത്തിൽ പ്രശ്നമില്ല. ആ നെയ്മിങ്ങിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്നു ഉള്ളതുള്ള യാഥാർത്ഥ്യം. ആ നെയ്മിങ് അല്ല ഇവിടെ ആൾക്കാരെ ബാധിക്കാൻ പോകുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം അതിന്റെ ഫൈനാൻഷ്യൽ കോൺസിക്വൻസ് ആണ്. അതിനൊരു എക്കണോമിക് കോൺസിക്വൻസ് ഉണ്ട്. അതിനൊരു മാക്രോ എക്കണോമിക് ഇഷ്യൂ ഉണ്ട്. ആ മാക്രോ എക്കണോമിക് ഇഷ്യൂ ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്? അതിന് പകരം ചർച്ച ഡൈവേർട്ട് ചെയ്ത് ഗോൾവാക്കർ അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തൂടെ പോയെന്നും പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചർച്ചയിലേക്ക് വീണ്ടും രാഹുൽ ഈശ്വർ, ഈ പദ്ധതി ഈ പുതിയ മാറ്റങ്ങളോടെ അതിന്റെ ആത്മാവില്ലാതാകുമെന്ന്, അതിന്റെ ഘടന തകരുമെന്ന്, ആത്യന്തികമായി അതിന്റെ ഗുണഭോക്താക്കൾക്ക് നിരാശ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ടോ താങ്കൾ? ശ്രീ നിഷാദ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ശ്രീ ലാല് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഞാനും അദ്ദേഹവും ഡിസഗ്രി ചെയ്യുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പോളിസി ഷിഫ്റ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി തന്നെ നീതി ആയോഗ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 2018 അവരുടെ ഒരു പോളിസി പേപ്പറുണ്ട്. ആ പോളിസി പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഞാൻ വായിക്കാം. ഇന്ത്യ മസ്റ്റ് മൂവ് ഫ്രം വെൽഫെയർ ബേസ്ഡ് എംപ്ലോയ്മെന്റ് സപ്പോർട്ട് ടു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ക്രിയേഷൻ. അതായത് വിശാലമായൊരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് വാദിക്കാം. അതായത് ലെഫ്റ്റ് ലിബറൽ എക്കണോമിക്സ് പറയുന്നവർ ഇത് തെറ്റാന്ന് വാദിക്കുന്നവരാണ്, റൈറ്റ് കൺസർവേറ്റീവ് എക്കണോമിക്സ് പറയുന്നവർ ഇത് ശരിയാന്ന് വാദിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പോളിസി ഷിഫ്റ്റോ പാരഡൈം ഷിഫ്റ്റോ പരിപ്രേക്ഷ്യ വ്യതിയാനമോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിക്കുന്നതിൻ്റെ ബേസിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആ പോളിസി ഷിഫ്റ്റിനെ നമ്മൾ അതായത് അതിനെ വിമർശിക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രതലത്തിൻ്റെ മാറ്റമുണ്ട്. അത് വെൽഫെയർ ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് സപ്പോർട്ടിൽ നിന്ന് സസ്റ്റൈനബിളായ ലൈവ്ലിഹുഡ് ക്രിയേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടു ലൈവ്ലിഹുഡ് ക്രിയേഷൻ എന്നൊരു കാര്യത്തിലേക്ക് വരുന്നു. ഇനി ലെഫ്റ്റ് വിങ് എക്കണോമിക്സ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷനാണ്. ശ്രീ ലാൽ വിശാല അർത്ഥത്തിൽ വിശ്വസിക്കുന്ന അതിലാണ്. ശ്രീ നിജേഷ് മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം അതാണ്. അത് ശരിയായിരിക്കാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് തലത്തിൽ ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് എക്കണോമിക്സ് സൂചിപ്പിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്നാൽ റൈറ്റ് ലീനിങ് എക്കണോമിക്സ് സൂചിപ്പിക്കുന്നത് ആക്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്.
ഇത് നമ്മുടെ ജോൺ ബ്രിട്ടാ സാറിനോട് വളരെ ഭംഗിയായിട്ട് തന്നെ ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ആക്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നൊരു ലെവലിലേക്ക് മാറി. ഇത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഡിബേറ്റ് ചെയ്യാം, പക്ഷേ ഒരു പോളിസി ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നും ആ അടിസ്ഥാനപരമായ പോളിസിയാണ് ഡിബേറ്റിംഗ് വിഷയമാക്കേണ്ടതെന്നും ആ പോളിസിയുടെ മേലിലെടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമീപനവും മാത്രമല്ല എന്നൊരു റിയലൈസേഷൻ നമുക്ക് വരണം. അതാണ് അതിൻ്റെ എക്കണോമിക് പോയിന്റ്. ശ്രീ ലാല് പറഞ്ഞതുപോലെ അതിൻ്റെ എക്കണോമിക്സ് ആണ് അതിൻ്റെ സോൾ, നെയിം അല്ല. ഇനി രണ്ട് നെയിമിൻ്റെ കാര്യത്തിൽ വന്നാൽ പോലും ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ട്. പക്ഷേ ശ്രീ നരേന്ദ്രമോദി എന്നും ഒരു മധ്യവലതെന്നോ സെൻറ്റർ റൈറ്റ് എന്നോ സ്പേസിൽ നിന്ന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും മഹാത്മാഗാന്ധിയെ വിടാതെ കഴിയുന്നത്ര മഹാത്മാഗാന്ധിയോട് ചേർന്ന് നിൽക്കാനോ മഹാത്മാഗാന്ധിയെ ചേർത്ത് നിർത്താനോ ശ്രമിക്കുന്ന ഒരു ആശയ ലോകവും ഉണ്ട്. ഇതും ഒരു പോളിസിയാണ്. ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിൻ്റെ എല്ലാം ബേസിൽ ഏതെങ്കിലും ഒരു പോളിസി ആയിരിക്കുമല്ലോ. നമുക്കതിനോട് യോജിക്കാം വിയോജിക്കാം. പക്ഷേ RSSൽ തന്നെയുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ വലതുപക്ഷത്തിലുള്ള മധ്യവലതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ പോളിസി ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും നന്നായിട്ട് ഇതിനെ വിമർശിച്ചത് ശശി തരൂറാണ്. ശ്രീ നിജേഷ് അരവിന്ദ് അടക്കം പലരും ശ്രീ ശശി തരൂർ വലത്തോട്ട് പോകുന്നു, BJPയിലോട്ട് പോകുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. ശ്രീ ശശി തരൂർ ഇതിൻ്റെ വളരെ ഫണ്ടമെന്റലും ഫൗണ്ടേഷണലുമായ കാര്യങ്ങളെടുത്ത് അതിൻ്റെ പേരുമാറ്റവും അതിൻ്റെ എക്കണോമിക്സും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്കോർ ചെയ്യാൻ വേണ്ടി പറയുന്നതിനപ്പുറം ഇതിനൊരു പ്രതല മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ, ഒരു പോളിസി ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ സംസാരിക്കുന്നതിൽ അർത്ഥമല്ല. ഇപ്പോൾ ഉദാഹരണം ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ്. ശ്രീ ലാല് പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ്. പക്ഷേ ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സിലേക്കാണ് ഇന്ന് ഗവൺമെന്റുകൾ പലതും വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ ആ വിശ്വാസത്തെ നമുക്ക് തെറ്റാന്ന് പറയാം. ആ പോളിസി ഷിഫ്റ്റിന്റെ ഇമ്പാക്ട് എന്താണ്? അതിന്റെ ഗുണഫലം എന്താണ്? അതെന്താണ്? പൗരന് നൽകിയിട്ടുള്ള ഡിവിഡൻഡ് എന്താണ്? അതുവഴി നമുക്കുണ്ടായിട്ടുള്ള നേട്ടം എന്താണ്? ആ പോളിസി ഷിഫ്റ്റിന്റെ ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ ഇന്നിക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പകരം കഴിയുന്നത്ര ആക്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു എവരി വൺ. ഉദാഹരണം, ഞാനും നിഷാദും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്നൊരു വാദഗതിയാണ് പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരുന്നു, ഇന്നിക്വാളിറ്റി ഇൻഡെക്സ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ കാൾ മാർക്സിന്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞ് ഏറ്റവും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ എക്കണോമിക് സ്റ്റേജിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. ഇപ്പോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തോളൂ. ഞാൻ വേണേ 10 മിനിറ്റ് പോസ് ചെയ്യാം. ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. ഇത് കഴിഞ്ഞ ബിഹാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ചീഫ് അവിടെ പോയി. അവിടെ ഒരു ദിവസം 50 രൂപ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എന്ത് മാറി എന്നാണ് പറയുന്നത്? എവിടെയാണ് നിങ്ങളുടെ പോളിസിയുടെ ഡിവിഡൻഡ്? നാട്ടുകാരനെ അവിടെയാണ് ശ്രീ നിഷാദ്. അല്ല, എന്നാ കുറെ കൂടെ ഫണ്ടമെന്റലി പറയാം. ഏകദേശം 15 വർഷമായി കാണൂ. അർജുൻ സെൻ ഗുപ്ത കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ അൺഓർഗനൈസ് സെക്ടറിലെ 77% ആൾക്കാരും ഒരു ദിവസം ജീവിക്കുന്നത് 20 രൂപയിൽ താഴെയാണ്. അന്ന് ഡോളർ ഏകദേശം 40 സംതിങ് രൂപയായിരുന്നു. ഒരു ദിവസം ജീവിക്കുന്നത് $1 താഴെയാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പോകുന്ന മാർക്കറ്റ് ഫ്രണ്ട്ലി എക്കണോമിക്സിൽ പഴയ സോഷ്യലിസ്റ്റ് പോളിസികൾ മാറ്റി മാർക്കറ്റ് ഫ്രണ്ട്ലി പോളിസീസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിയോ തെറ്റോ നമുക്ക് വാദിക്കാം. പക്ഷേ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് BJP മാത്രമല്ല, ആ പോളിസി ഷിഫ്റ്റ് ഇന്ത്യയിലും ലോകത്തിലെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ അതിനുവേണ്ടി പണ്ട് വാദിച്ച ആൾക്കാരാണ് C. രാജഗോപാലാചാരി, അദ്ദേഹത്തിന്റെ സ്വതന്ത്ര പാർട്ടി. അപ്പോൾ ഈ റൈറ്റ് വിങ് എക്കണോമിക്സിന്റെ ഒരു കടന്നുവരവ് ശക്തമായി വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്. ആ പോളിസി വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ആ പോളിസിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ഒരു നിലപാടിനെ മാത്രമായി വിമർശിക്കാൻ കഴിയില്ല. ഇതൊരു ലാർജർ പാരഡൈം ഷിഫ്റ്റ് ആണ്, പോളിസി ഷിഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് വിമർശിക്കാൻ കഴിയൂ. ശരി, പാരഡൈം ഷിഫ്റ്റ് ആണ് നിജേഷ്. ഇത് അല്ല, ഇത് പോളിസി ഷിഫ്റ്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും താഴേക്കിടയിലുള്ള അടിസ്ഥാന വർഗത്തിനെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ മനുഷ്യ വിഭവശേഷിയെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൻ പുറത്ത് മാറ്റം വരുത്തി അവിടെ പ്രൊഡക്ഷൻ കൂട്ടി ആ പ്രൊഡക്ഷന്റെ ഭാഗമായിക്കൊണ്ട് അടിസ്ഥാന വികസനം സാധ്യമാക്കിയ ഒരു പോളിസിയായിരുന്നു. ആ പോളിസിയിൽ നിന്ന് നേരത്തെ മുതലാളി വർഗത്തിലേക്ക്, ഈ പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് അദാനി അംബാനി തുടങ്ങിയ കോർപ്പറേറ്റുകളുടെ അടിസ്ഥാന വർഗ വികസനം ഒന്നുമല്ല, മുകളിലെ വികസനമാണ് വേണ്ടത് എന്ന നരേന്ദ്രമോദി അംബാനി വികസനത്തിലേക്കുള്ള മാറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഗാന്ധിയൻ കാഴ്ചപ്പാടിനെതിരാണ്. അപ്പൊ ഗാന്ധിയൻ കാഴ്ചപ്പാടിനെതിരായതുകൊണ്ട് തന്നെ അതിന്റെ പേര് മാറ്റണം. കാരണം ഈ പോളിസി അവരുടെ പോളിസിക്ക് അനുസരിച്ച്, കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന പോളിസിക്ക് അനുസരിച്ച് അതിന് ഗാന്ധി എന്ന് പേരിടാൻ പറ്റില്ലല്ലോ. അതിന് ഗാന്ധിസം അല്ലെങ്കിൽ ഗാന്ധിയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് പക്ഷേ അടിസ്ഥാനപരമായി ഉണ്ടായ മാറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. പിന്നെ രാഹുൽ ഈശ്വരൻ വളരെ ലളിതമായി ചോദിക്കുന്നു, ഈ പദ്ധതി തകരാൻ പോവുകയാണോ, ഈ പദ്ധതിയുടെ പേര് മാറ്റിയത് ശരിയാണോ? ഇതിനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്ന ലളിതമായ അഭിപ്രായം. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല, ലാൽ അതിന്റെ അവസാനത്തെ ടേക്ക് എന്താണ്? അല്ല, ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ന്യായമാണ്. കേൾക്കുമ്പോൾ നമുക്ക് രസമാണെന്ന് തോന്നും. 40% പൈസ സംസ്ഥാന സർക്കാർ എവിടെ നിന്ന് ഉണ്ടാക്കുന്നൂടെ പറയണ്ടേ? നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് എല്ലാം പാരഡൈം ഷിഫ്റ്റാണ്. എന്താണ് പാരഡൈം ഷിഫ്റ്റ്? നിങ്ങൾക്കൊന്നും പറ്റില്ല, എല്ലാം സംസ്ഥാനത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. എല്ലാ വീതവും GST വീതം മൊത്തം നിങ്ങൾ മേടിച്ച് കീശ വെക്കുക. എന്നിട്ട് നമ്മൾ പിച്ചച്ചട്ടി കൊണ്ട് നിൽക്കുക, നിങ്ങൾ താ എന്ന് പറഞ്ഞിട്ട്. ഇതിനെയാണ് പാരഡൈം ഷിഫ്റ്റ് എങ്കിൽ നിങ്ങളുടെ ഇൻകോമ്പീറ്റൻസ് എന്നതിനെ വിളിക്കും. നിങ്ങളുടെ മാക്രോ എക്കണോമിക് ഇൻകോമ്പീറ്റൻസിനെയാണ് നിങ്ങൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞ ട്രിക്കിൾ ഡൗൺ തിയറിയും ഈ പറയുന്ന മറ്റ് ക്രോണി ക്യാപിറ്റലിസത്തെ കുറിച്ച് പോലും അത് വൃത്തിയായിട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അത് തന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതാ പറഞ്ഞ ഇൻകോമ്പീറ്റന്റ് പീപ്പിൾ ആണ് ഇവരെ ലീഡ് ചെയ്യുന്നത്. ഇൻകോമ്പീറ്റന്റ് ആണ് ഈ രാജ്യത്തെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് പണിയെടുക്കണമെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണോ, അതോ ഇനിയിപ്പോൾ വേറെ ചില താല്പര്യങ്ങൾ അതിനെ മറികടന്ന് പോകുന്നതാണോ? എന്തായാലും ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ പരിപാടി ഗുണം ചെയ്യുമെന്ന് ഒറ്റ നോട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നിൽക്കുകയാണ്. അതിനകത്ത് ഒരു എന്തുമാത്രം ശക്തമായ പ്രതിഷേധം ഉണ്ടായി വരുമെന്ന് കാത്തിരുന്ന് കാണണം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു രാഹുൽ ഈശ്വർ, ലാൽ കുമാർ, നിജേഷ് അഗർവാൾ, നിങ്ങളുടെ സമയത്തിന്.